പത്തനാപുരം സെന്റ് സ്റ്റീവൻസ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം 2026 സംഘടിപ്പിച്ചു. പത്തനാപുരം സെന്റ് സ്റ്റീവൻസ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ പ്രവേശനോത്സവം നടന്നു. പൊതുവിദ്യാലയ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിനും പഠനാന്തരീക്ഷത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ കൈപിടിച്ച് ഉയർത്തുന്നതുമായിട്ടാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം പത്തനാപുരം നിയോജക മണ്ഡലം MLA ജ്യോതികുമാർ ചാമക്കാല നിർവഹിച്ചു. പ്രകാശം പരത്തിക്കൊണ്ട് ഒരു ദീപം തെളിയുമ്പോൾ അത് വിമുക്തിനെ മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ മനസ്സുകളിൽ പുതിയൊരു ഊർജ്ജം ലക്ഷ്യബോധവും. പ്രിയമുള്ള കുഞ്ഞുങ്ങൾ, പ്രിയമുള്ളവരെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഒരു ജനപ്രതിനിധിയായ ശേഷം ഈ സ്കൂളിൽ വിവിധ പരിപാടികൾക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ സ്കൂളിന്റെ ഔദ്യോഗികമായ ഒരു പരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതിലുള്ള സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് തികഞ്ഞ ഉത്സവ അന്തരീക്ഷത്തിലാണ് പുതിയ കുട്ടികളുടെ പ്രവേശന ഉത്സവം നടത്തിയിട്ടുള്ളത്. ഇന്ന് നിരവധി എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിൽ പ്രവേശനോത്സവം നടക്കുകയാണ്. ഞാനിപ്പോൾ തന്നെ 1.5 മണിക്കൂർ താമസിച്ചാണ്. ഞാനിവിടെ 9:30 വന്ന് 10 മണിക്ക് ആരംഭിക്കാം എന്നാണ് അച്ഛനോട് പറഞ്ഞിരുന്നത്. പല കാരണങ്ങൾ കൊണ്ടും പല സ്കൂളുകളിലും അവിടുത്തെ പ്രോഗ്രാമുകൾ താമസിച്ചതുകൊണ്ടാണ് വൈകി എത്തേണ്ടി വന്നത്. ഇവിടെ ടീച്ചർ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഇവിടുത്തെ സ്കൂളിന്റെ സിൽവർ സെന്ററി സെലിബ്രേഷന്റെ ഭാഗമായി ഞാനിവിടെ ഡയസിൽ ഇരുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചു പോയി. തുറന്നു പറഞ്ഞാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് ജയിച്ചേ മതിയാവൂ എന്ന് എന്നെ ഞാൻ തന്നെ ബോധ്യപ്പെടുത്തിയതിൽ ഒരു കാരണം ഈ സ്കൂളിന്റെ 100ാം വാർഷികത്തിൽ എനിക്ക് ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധിയായി പങ്കെടുക്കണമെന്ന അതിയായ ആഗ്രഹം കൂടിയായിരുന്നു. ഏതായാലും ദൈവം അതിന് അവസരം ഉണ്ടാക്കി തന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അതിനൊക്കെ അപ്പുറം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച കുട്ടികളെ നമ്മൾ പുതിയ ഉടുപ്പ്, പുതിയ പുസ്തകം, പുതിയ ബാഗ്, പുതിയ കുട, പുതിയ ടിഫിൻ ബോക്സ് ഒക്കെ കൊടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന കാലമാണ്. ഇവിടെ കടന്നു വന്നിട്ടുള്ള രക്ഷകർത്താക്കൾ ആരെങ്കിലും ഈ ദിവസം നിങ്ങൾ ആദ്യ ദിവസം സ്കൂളിൽ പോയ കാര്യം ഓർക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കണം. ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കടന്നു വരുമ്പോൾ തീർച്ചയായും ഓരോരുത്തരും അവരുടെ സ്കൂളിലെ ആദ്യ ദിനം ഒരു നിമിഷത്തേക്കെങ്കിലും അവരുടെ മനസ്സിലൂടെ ഓടിയെത്തുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ പ്രവേശനത്തിന്റെ ആദ്യ ദിവസം ഓർക്കുകയായിരുന്നു. ഞാൻ എങ്ങനെയാണ് സ്കൂളിൽ പോയത്, ആരോടൊപ്പമാണ് സ്കൂളിൽ പോയത്, അവിടെ പോയിട്ട് ഞാൻ കരഞ്ഞിരുന്നോ, അവിടെ പോയിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തെല്ലാം ഓർമ്മകൾ നമുക്ക് അയവിറക്കാൻ കഴിയുമോ? എത്ര വർഷം മുമ്പാണെന്ന് ആലോചിക്കണം. ആ ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇന്ന് അവർ പ്രവേശനോത്സവത്തിന്റെ ഭാഗമാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെ ഏറ്റവും അധികം ഓർത്തിരിക്കുന്നത്, ഏറ്റവും കാലം ഓർത്തിരിക്കുന്നത് ഒരുപക്ഷെ അവരുടെ സ്കൂളിലെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട ആദ്യ ദിനം തന്നെയായിരിക്കും. അതോടൊപ്പം നമ്മുടെ സ്കൂളിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യും. കാരണം മറ്റു സ്കൂളുകളിൽ നിന്നും നമ്മുടെ പത്താം സ്കൂളിൽ പഠിക്കാൻ കടന്നു വന്ന നിങ്ങളോട് ഓരോരുത്തരോടും പ്രത്യേകമായി നന്ദി അറിയിക്കും. ഈ സ്കൂളിൽ പ്രത്യേകിച്ച് ഈ വർഷം നിങ്ങൾ 100ാം വാർഷികം കടന്നു വന്ന ഈ സ്കൂളിലേക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. അത് ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ പത്താപുരത്ത് ഇങ്ങനൊരു സ്കൂൾ കിട്ടി നമുക്ക് എല്ലാം അഭിമാനമാണ്. നമ്മുടെ ലോകത്തിൽ എവിടെ പോയാലും 10ാം സ്കൂളിൽ പഠിക്കുന്നത് ആയിരുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. പത്തനാപുരത്തിന്റെ അഭിമാനമാണ് നമ്മുടെ സ്കൂളാണ്. ഞാൻ ദീർഘമായി ഒരുപാട് സംസാരിക്കുന്നത് ഒരുപാട് സ്കൂളിൽ പോകണം. ആദ്യത്തെ MLA ശേഷം ആദ്യത്തെ പരിപാടിയാണ് എല്ലാ സ്കൂളിലും പോയാൽ പറ്റും. അതുകൊണ്ട് ഞാൻ ദീർഘിക്കുന്നില്ല. എനിക്ക് മാതാപിതാക്കൾ പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് പഠിക്കാനാണ്, പഠിപ്പിക്കാനാണ്.
സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്വം സാറന്മാർ ഏറ്റെടുത്ത് പോകും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട്. പക്ഷേ അതോടൊപ്പം സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്ന് ആരും കരുതണ്ട. നമ്മൾ അതിനൊപ്പം നിന്ന് കുട്ടികൾ എന്തെടുക്കുന്നു, അവർ പഠിക്കുന്നുണ്ടോ ഇല്ലെന്ന് ശ്രദ്ധിക്കാൻ നിങ്ങളും ബാധ്യതയാണ്. ഹെഡ് മിസ്സസ് ശ്രീമതി സൂസൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി ഷീല ഷാനവാസ്, ശ്രീ വിഷ്ണു ഭഗത്, വൈസ് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ജോൺ, മറ്റ് ജനപ്രതിനിധികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പത്തനാപുരം.